അത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളോടാണ് പറഞ്ഞത്. സലഫികളോട് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾ അള്ളാഹിൻ്റെ ദീൻ പറയുന്ന സദസ്സിൽ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ സാന്നിധ്യങ്ങളൊക്കെ എന്താവും നിറഞ്ഞു നിൽക്കും. അത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ മരിച്ചുപോയ മഹാന്മാരുടെ അർവാഹുകളൊക്കെ സമ്മേളനത്തിൽ പങ്കെടുക്കും, സമ്മേളന നഗരിയിൽ ഉണ്ടാകും, നിറഞ്ഞു നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാർ സംസാരിച്ച ഒരു സംസാരം സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ പോലും ഒരു മുസ്ലിയാർ പറഞ്ഞു വെച്ചു. എന്താണ് പറഞ്ഞു വെച്ചത്? അവിടെ മൺമറഞ്ഞു പോയ അമ്പിയ ഔലിയാക്കന്മാർ മഹാന്മാരുടെ അർവാഹു പങ്കെടുക്കും. മൺമറഞ്ഞു പോയ അമ്പിയ ഔലിയാക്കന്മാരുടെ അർവാഹുകൾ കുനിയയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. തുടർന്ന് സമ്മേളന നഗരിയിൽ 10,000-കണക്കിന് ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ എങ്ങനെ മൺമറഞ്ഞു പോയ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അർവാഹുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സംസാരമുണ്ട്. ലോകത്തുള്ള സർവ്വ മുഖദ്ദസ്തായ അർവാഹുകൾ ഒരുമിച്ച് കൂടുന്ന അർവാഹുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ എനിക്ക് ഇത്ര വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല. അർവാഹുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ വിശുദ്ധ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ മലായികത്ത് പങ്കെടുക്കുന്നത്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ ഒക്കെ ഈ സദസ്സിൽ നിറഞ്ഞിക്കണം. അപ്പോൾ അത് നമ്മൾ വിശ്വാസം മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ലക്ഷ്യങ്ങളെ കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതുമാണ്. അതിനെ എതിർക്കാൻ പലരും ഉണ്ടാവും. അവരൊക്കെ എതിർപ്പുകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ സമസ്തയുള്ള ജമിയത്തിലും അവിടെ രൂപീകരിക്കപ്പെട്ടത് തന്നെ. ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങൾ വരും, ഇവിടെ കള്ള തെരീഖത്തുകാരുണ്ടാവും. അവരൊക്കെ ഇതുപോലുള്ള സംഗതികളൊക്കെ അവർ എതിർക്കുന്നവരായി. അപ്പോൾ അത് ലക്ഷ്യങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. വളരെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത വളരെ ശക്തമായ ലക്ഷ്യങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇവിടെ മുഖദ്ദസ്തായ അർവാഹികളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഇത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന തന്നെ പല ഉറൂസുകളിൽ നിന്നൊക്കെ മൂപ്പർ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ഷെയ്ഖുന സംശുലമായ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളങ്ങനെ പറയലുണ്ട്. അതൊക്കെ കൃത്യമായ ശക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി പറ്റും. അതിനൊക്കെ കൃത്യമായ രേഖകളൊക്കെ ഉണ്ട്. അത് ശംസുലുലമ ചില കാര്യങ്ങളൊക്കെ ഉറൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു സംസാരമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയത്. ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്, പ്രബോധകർ സംസാരിച്ചിട്ടുണ്ട്. റഫീഖ് സലഫി നടത്തിയ സംസാരത്തെ ഗണ്ണിച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ വന്ന് സംസാരിക്കും. സത്യത്തിൽ ഈ പാവത്തിന് ഈ വിഷയം എന്താണെന്നൊന്നും അറിയില്ല. സമസ്തയെ എതിർത്തു റഫീഖ് സലഫി എന്നുള്ളത് കൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും സമസ്ത എന്ന് പറയുന്ന ആ കൂടാരത്തെയും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി മെനക്കെട്ട് നോക്കിയതാണ്. പക്ഷേ വെളുക്കാൻ തേച്ചത് സത്യത്തിൽ പാണ്ടായി പോവുകയാണ് ചെയ്തത്. എന്താണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്? ഇവരുടെ സമ്മേളനത്തിൽ മഹാന്മാരായ അംബിയാന്റെ അർവാഹുകൾ, റൂഹുകൾ, ആത്മാക്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല ഔലിയാന്റെ അർവാഹുകളൊക്കെ ഇവരുടെ സമ്മേളനത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് ഇയാൾ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ഈ സമസ്തക്കാരും അതേപോലെ ഇവരുടെ സമാന വിശ്വാസക്കാരുമൊക്കെ പറഞ്ഞു നടക്കുന്നത് കൊണ്ടാണ് സലഫികൾ ഇവരെ സംബന്ധിച്ച് നിങ്ങൾ അഹ്ലുസുന്നത്തല്ല കൂട്ടരെ, നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഷിയാക്കളുടെ വിശ്വാസമാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലഫികൾക്കും മുജാഹിദുകൾക്കും ഒരു ധാരണയുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് ഇവരുടെ ഒരു സീലും കൂടെ, ഒരു ഹത്തമ് അത് വെച്ചെങ്കിലേ അതിന് പ്രശസ്തിയുള്ളൂ എന്നുള്ളത്. അങ്ങനെയില്ല കേട്ടോ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ടില്ല, നിങ്ങളുടെ ലൈസൻസ് എന്തായാലും ആവശ്യമില്ല. മോനെ ചക്കരെ, ഇത് ഇസ്ലാം മതമാണ്. നിങ്ങൾ സമസ്ത മതം എന്നൊരു മതമുണ്ടാക്കി ആ മതത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വിഷയം വേറെ. ഇത് ഇസ്ലാം മതത്തിന്റെ പേരിലാണ് ഈ പറയുന്നത്. അഹ്ലുസുന്നയുടെ പേരിലാണ് ഇതൊക്കെ വരവ് വെക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, പ്രബോധകർ ഇതിനൊക്കെ ചോദ്യം ചെയ്യും. ഇത് ഇസ്ലാം മതമാണ് ഭായി, പിന്നെ അത് സീല് വെക്കലാണ്, ഇതിൽ ഖത്തമ് വേണം എന്നൊക്കെയുള്ള ആ ഡയലോഗ് അടി, അതൊക്കെ നിങ്ങളുടെ സമസ്ത കൂടാരത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇവിടെ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റും, തെളിവ് ഹാജരാക്കണം. കാരണം ഇത് ഇസ്ലാം മതം. ഇസ്ലാം മതത്തിന്റെ പേരിൽ ഏത് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പ്രമാണങ്ങളുടെ പിൻബലം ഉണ്ടായേ പറ്റും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയമാണ്. ആ വിശ്വാസം സുന്നത്ത് ജമാഅത്തിലുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളോടാണ് പറഞ്ഞത്. സലഫികളോട് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾ അള്ളാഹിൻ്റെ ദീൻ പറയുന്ന സദസ്സിൽ
അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ സാന്നിധ്യങ്ങളൊക്കെ എന്താവും നിറഞ്ഞു നിൽക്കും. അത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. സെലഫികളോട് എന്നല്ല ഇത് പറഞ്ഞത്, ഇത് സമസ്താലയത്തിലെ അനുയായികളായ കുഞ്ഞാടുകളോട് പറഞ്ഞതാണ്. അത് സെലഫികൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. സെലഫികൾ ചോദ്യം ചെയ്യും. കാരണം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും പ്രബോധകരും ഈ പറയുന്ന രീതിയിൽ ഇസ്ലാമിന്റെ പേരിൽ കള്ളച്ചരക്ക് കടത്താൻ വേണ്ടി ഒരാളെയും അനുവദിക്കില്ല. നിങ്ങൾക്ക് തോന്നിയ പോലെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്ത എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ലേബിളിലാണ് നിങ്ങൾ ഇത് പറയുന്നതെങ്കിൽ ഞങ്ങൾ ഈ രീതിയിൽ ചോദ്യം ചെയ്യില്ല. ഇസ്ലാം മതത്തിന്റെ പേരിൽ, അഹ്ലുസുന്നയുടെ പേരിലാണ് നിങ്ങൾ ഇത് പറയുന്നത്, സ്വാഭാവികമാണ് ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. പിന്നെ പറഞ്ഞ എന്താണ്, ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ് എന്നത്. ഏത് സുന്നത്ത് ജമാഅത്ത് ചങ്ങാതി? ഏത് സുന്നത്ത് ജമാഅത്ത്? യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആശയമാണ് എങ്കിൽ തെളിവ് കാണിക്കണം, ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കണം. അതല്ലാതെ നിങ്ങളെ സീലൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന ഡയലോഗ് അടിയിലൊന്നും ഇതൊതുങ്ങൂല. എന്താണ് വിചാരിച്ചത്? ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, ഒരു സംശയവും അതിൽ വേണ്ട. പിന്നെ എന്താണ് അള്ളാന്റെ ദീൻ പറയുന്ന സദസ്സുകളിൽ സമസ്തന്റെ ഏതാണ് അള്ളാന്റെ ദീൻ പറയുന്ന സദസ്സ്? മായാവി കഥ പറയുന്ന സദസ്സല്ല, അള്ളാന്റെ ദീനാണോ നിങ്ങൾ പറയുന്നത്? ഈ സദസ്സിൽ ആരൊക്കെ വരുമെന്നാ പറഞ്ഞത്? അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ വരും. പക്ഷെ എന്താണ്, അവരെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ തന്നെയാണോ നിന്റെ ആ നേതാവ് പറഞ്ഞു വെച്ചത്? ആദ്യം ചങ്ങാതി, നിന്റെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് എന്താണ് എന്ന് പൂർണ്ണമായി ഒന്ന് കേൾക്ക്. നീ കേട്ടിട്ടില്ല, അതാണ്. ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ സംസാരത്തിൽ പോലും മുസ്ലിയാക്കന്മാര് പറഞ്ഞത് പ്രസംഗം കേട്ടിട്ടെങ്കിൽ സാരമില്ല, നിങ്ങൾ വന്നാട് ഇരിക്കണം എന്നാണ്. അവിടെ പോയി പ്രസംഗമാണ് കേട്ടാ മതി, ആ നഗരിയിൽ പോയി കുത്തിരിക്കണം. പ്രസംഗം കേട്ടിട്ടെങ്കിൽ തിരക്കേടില്ല, അവിടെ വന്ന് ഇരിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിന്നെ പോലെയുള്ള ആളുകൾ പ്രസംഗം കേട്ടിട്ടുണ്ടാകില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സൊള പറഞ്ഞിരിക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. ജിഫിരി മുത്തുക്കോയ തങ്ങൾ എന്താ പറഞ്ഞു? ഒന്നിനെ ഗണ്ണിക്കാൻ അല്ലെങ്കിൽ മെഴുകാനൊക്കെ വരുന്നതിന് മുമ്പ് എന്താണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? അവിടെ നമുക്ക് മൺമറഞ്ഞു പോയ അമ്പിയ ഔലിയാക്കന്മാരുടെ അർവാഹുകളെ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല എന്നാണോ ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്? നീ വെളുപ്പിക്കാൻ വരുമ്പോൾ എന്താണ് ജിഫിരി പറഞ്ഞത് എന്നെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? അവയവങ്ങളാണ് നമ്മളെ അവയവങ്ങൾ. ആ നിലക്കുള്ള ഒരു വിശുദ്ധി നമ്മളെ ഹൃദയത്തിന് ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഖദ്ദസ്തായ അർവാഹികളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ വിശുദ്ധിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റുമെന്നാ പറഞ്ഞു. ഒരെണ്ണം വിശുദ്ധി ഇല്ലാത്തതുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇതിവിടെ തീരുമോ? ഇവിടെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ നേതാക്കന്മാർ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് എന്തൊക്കെയാണ്? നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് കടക്കാനുണ്ട്. മുസ്ലിം ഏതായാലും ബാക്കി പറയട്ടെ. ഓതുന്ന വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരൂലേ? നിങ്ങളൊക്കെ അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാത്തത് എത്രയോ ഹൈറാട്ടോ. ഇപ്പോൾ നിബിധങ്ങൾ വന്ന് പറഞ്ഞിട്ട് ബദർ യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തിട്ട് അള്ളാഹു താല ഞങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞാൽ മലക്കുകൾ നിങ്ങളെ യുദ്ധത്തിൽ പങ്കെടുക്കേ? നിങ്ങളായത്ത് വഹിക്കൂലേ? എന്താ ചെയ്യല്ലേ? പഠിച്ചോൻ കാക്കട്ടെ. ഏതായാലും എന്തൊക്കെയാണ് താൻ ഈ പറയുന്നത്? സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ? മലക്കുകളൊക്കെ മൺമറഞ്ഞു പോയ ആളുകളാണോ? മലക്കുകളൊക്കെ വഫാത്തായി പോയ ആളുകളാണോ? മലക്കുകളൊക്കെ മരിച്ചുപോയ ആളുകളാണോ? എന്താണ് ഖുറാഫി നീ പറയുന്നത്? ജിഫ്രിയെ വെളുപ്പിച്ചെടുക്കാൻ മുസ്ലിയാർ കണ്ടെത്തിയ ഗവേഷണമാണിത്. മലക്കുകളുടെ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതിനൊക്കെ നിങ്ങൾ നിഷേധിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പടച്ചോൻ കാകട്ടെ, തന്റെ വായിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പടച്ചോൻ കാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ പറഞ്ഞതൊക്കെ വലിയ സത്യസന്ധമാകും എന്നാണോ നിന്റെ ധാരണ? അപ്പൊ ഒന്നും കൂടെ ആവർത്തിച്ച് പറഞ്ഞുതരാം. എന്ത്? സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് അതിൻ്റെ പണ്ഡിതന്മാർ അതിൻ്റെ വിശ്വാസികളോട് പറയുന്നതിന് നിങ്ങളുടെ സലഫികളുടെ ലൈസൻസ് സമസ്തയ്ക്ക് ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നോളി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സൽബുദ്ധി തരട്ടെ. അതെ, അള്ളാഹു തആല സൽബുദ്ധി തരട്ടെ. നിങ്ങൾ സമസ്ത മതം എന്ന് പറയുന്ന ഒരു മതം ഉണ്ടാക്കി ആ മതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവാചകനായി നിങ്ങൾ ജിഫ്രി മുത്തുക്കോയനെ വെക്കുകയും എന്നിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് വായിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും അത് അണ്ണാക്ക് തൊടാതെ മുണുങ്ങുകയും ചെയ്യുന്ന കുഞ്ഞാടുകളായി നിങ്ങളൊക്കെ ഇരിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രചരിപ്പിച്ചു. പക്ഷെ ഇസ്ലാം മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പിഴച്ച ആശയങ്ങൾ, ഷിയാക്കളുടെ വിശ്വാസങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുമ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്യും, ഗണ്ണിക്കും, അതിനെതിരെ സംസാരിക്കും. അതിന് ബേജാറായിട്ടൊന്നും ഒരു കാര്യവുമില്ല. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ സീതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോട് അങ്ങനെ പലതും ഞങ്ങൾ തള്ളും, അതൊക്കെ ഞങ്ങളെ ആളുകൾ മുണുങ്ങിക്കോളും. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊന്നും മുമ്പോട്ട് പോകാമെന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാകുമ്പോൾ നടക്കൂല. അത് ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇനി ചക്കരക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. കണ്ടു എന്ന് പറയുന്ന കുറച്ച് മൗലവിമാരെ ഞാൻ കാണിച്ചുതരാം. നല്ല വെള്ളത്തലയിൽ കിട്ടിയിട്ട് കുറച്ച് മൗലവിമാർ ഇവിടെ പ്രവാചകനൊക്കെ കണ്ടിട്ടുണ്ട്, പ്രവാചകൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് കാണിച്ചു. ആദ്യം തന്നെ ബേക്കൂർ ഉസ്താദിനെ കാണാൻ വേണ്ടി റസൂലുള്ള വന്നു എന്ന് ഒരു ദിവസം എളാമൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാത്രി എണിച്ചിട്ട് ഇങ്ങനെ എളാപ്പ് അഷ്റഖ ചൊല്ലു,
രാത്രി എണിച്ചിട്ട് ഇങ്ങനെ അഷറക്ക ചെല്ലുമ്പോ ഇതെന്തിപ്പ ഈ രാത്രി എണിച്ചിട്ട് അഷറക്ക പറയുന്നത് പറഞ്ഞിട്ട് എളാമ വന്നിട്ട് ലൈറ്റ് ഇട്ട്. അപ്പൊ ചൂടായി, നീ എന്ത് ലൈറ്റ് ഇട്ട? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഞാൻ അഷറക്ക ചെല്ലുമ്പോ ഇങ്ങനെ തലാട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ നീ എന്തിനാണ് ലൈറ്റ് ഇട്ട്, എന്തിനാ തടസ്സം വരുത്തിയെന്ന് ചോദിച്ചു എന്ന് എളാമ എന്നോട് പറഞ്ഞ സംഭവം, നേരിട്ട് പറഞ്ഞ സംഭവങ്ങൾ ഇങ്ങനെ എത്രയോ പ്രാവശ്യം മഹാന്മാരുമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി തങ്ങളെയും ഔസുൽ ആദമ തങ്ങളെയും സയ്യിദ് മദനി തങ്ങളെയും കണ്ട സംഭവങ്ങളെല്ലാം, ഖാജാ തങ്ങളെയും കണ്ട സംഭവങ്ങളെല്ലാം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്താണ് ചക്കര ഇവിടെ നമ്മളെ തലയിൽ കെട്ടിട്ട് മുസ്ലിയാർ പറഞ്ഞു വെച്ചത്? നിങ്ങളെ സുന്നത്തെ ജമാഅത്തിന്റെ ഉസ്താദാ, ആലിമുൽ അല്ലാമയാ, എന്താ പറഞ്ഞു വെച്ചത്? കാണാൻ പറ്റുമെന്നാണോ കാണാൻ പറ്റില്ല എന്നാണോ? പ്രവാചകനെ കണ്ടു എന്നാ പറയുന്നത്. എളയപ്പ കണ്ടു, എളയമ്മ പറഞ്ഞു വെച്ചു. ബേക്കൂർ ഉസ്താദിനെ കാണാൻ വേണ്ടി റസൂലുള്ള വന്നു എന്ന്. ഏതാ സുന്നത്ത് ജമാഅത്ത് ചങ്ങാതി? മഹാന്മാരുടെ അർവാഹുകളെ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല എന്നാണല്ലോ പറഞ്ഞത്. നമുക്കത് കാണാനൊന്നും പറ്റില്ല എന്നാണല്ലോ പറഞ്ഞത്. ഏതാണ് ചങ്ങാതി ശരിയായ സുന്നത്ത് ജമാഅത്ത്? കാണും എന്നതാണോ കാണില്ല എന്നതാണോ? ഇവിടെ തീർന്നോ? ഇല്ല, അടുത്ത മുസ്ലിയാരിലേക്ക് പോകാം. എത്ര മജ്‌ലിസുകളിലാണ് മുത്ത് റസൂലുള്ളാഹി ഹാദിറായത്? ഇപ്പോഴതാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹിനെ നേരെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട 4-ലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ എനിക്ക് പരിചയമുണ്ട്. വിശ്വസ്തരാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയതായി കാണരുത് മുഅ്മിനീങ്ങളെ. നമുക്ക് തങ്ങളൊന്ന് കാണണം. ഉറക്കത്തിൽ കണ്ടവർക്ക് 100-ലേറെ ആളുകൾ, ചെറുതും വലുതുമായി, ചെറിയ മക്കൾ കണ്ടത്, സ്ത്രീകൾ കണ്ടത്, പുരുഷന്മാര് കണ്ടത്, എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞവരും എന്റെ അരികിൽ വന്ന് പറഞ്ഞവരും ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞവരും കുറെ തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നബിയെ എനിക്ക് നല്ലൊരു പെണ്ണിനെ തങ്ങൾ കല്യാണാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് 2 ആളുകളെ പരിചയമുണ്ട്. അതിൽ നാടന്മാരുണ്ട്, മൂലയന്മാരുണ്ട്. അല്ലാഹുവിന്റെ റസൂലുമായി അല്ലാഹു നമുക്ക് ബന്ധം നൽകട്ടെ. എങ്ങനെയുണ്ട്? സ്വപ്നജീവി പറഞ്ഞത് കേട്ടില്ലേ? സ്വപ്നത്തിൽ കണ്ടവരുണ്ട്, നേർക്ക് നേരെ കണ്ടവരുണ്ട്, കല്യാണം നടത്തി കൊടുത്തിട്ട് ചിത്രം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പേരെയാണ്. എല്ലാം വിശ്വസ്തരാണ്. അങ്ങനെ തള്ളുന്നതിനൊരു കയ്യും കണക്കുമില്ല. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുക തന്നെ. വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട ഒരു വർഗമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തും പറയാം. ഒക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ വരവെക്കുകയും ചെയ്യാം. എന്റെ പൊന്നാര പടപ്പ, ഈ രീതിയിലൊക്കെ മുസ്ലിയാക്കന്മാർ സംസാരിക്കുമ്പോൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ് പറയുന്നത്. മറുപടിയില്ല എങ്കിൽ എന്തെങ്കിലും ഞൊണ്ടി ന്യായം പറയുകയല്ല വേണ്ടത്. തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരുത്തണം, അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരോട് പോയി ചോദിക്കണം. അതല്ലാതെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. ഇനിയും നിരവധിയുണ്ട്, ഇതുപോലെ നിരവധി തെളിവുകളുണ്ട് നിങ്ങളെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പൊലമ്പി വെച്ചത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറയുന്നത്. ഒരു ക്രിസ്ത്യാനികളായിട്ടൊക്കെ ഉണ്ടായ ആ സംഭവത്തിന്റെ ഒന്ന് മൂപ്പര് പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പര് പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പര് പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പര് പറയലുണ്ട്. മൂപ്പര് പറഞ്ഞത് ആരും കണ്ട് കയറണ്ടെന്ന് ആ സ്റ്റേജിൽ. ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവിടെ വ്യക്തികളൊക്കെ സ്റ്റേജിൽ കയറ്റിയാൽ അവിടെ റസൂലൊന്നും വരൂല, അവിടെ ഞാൻ ഒറ്റക്ക് മതി, അവിടെ എല്ലാം അവിടെ താഴ്ത്തി ഇരുന്നാ മതി. സ്റ്റേജിക്കാർക്ക് ആ കയറ്റിയില്ലാരും, അതാ സ്റ്റേജിക്കാരും കയറേണ്ടതാണ്. റസൂലൊക്കെ സ്റ്റേജിലുണ്ടെന്നാ മൂപ്പര് പറയുന്നത്. എന്ത് പറഞ്ഞു നീ ന്യായീകരിക്കും ചങ്ങാതി? ഇവിടെ കണ്ടു എന്നാ പറയുന്നത്. ആര് കണ്ടു? ശംസുലുലമ കണ്ടു. നേരത്തെ പകരം വാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞ എന്താണ്? 100 കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട് എന്നാണ്. നേരിട്ട് കണ്ടിട്ടുണ്ട്, സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ പല രൂപത്തിലും കണ്ടിട്ടുണ്ട് എന്നാണ്. ഇനി പറ, എങ്ങനെ വെളുപ്പിച്ചെടുക്കും? എങ്ങനെ നീ അത് വെളുപ്പിച്ചെടുക്കും? നിന്റെ വാദപ്രകാരം കാണാൻ പറ്റില്ല എന്ന്. ചങ്ങാതി ആദ്യം മൗലവിമാർ പറയുന്നത് എന്താണെന്ന് കേൾക്കും. അതുപോലെ തന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്താണ് ചോദിക്കുന്നത് അതും കൂടി ഒന്ന് കേൾക്കും. വെറുതെ വന്ന് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് ചങ്ങാതി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കും. അതല്ലാതെ വെറുതെ എന്തെങ്കിലും ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞ് വെളുപ്പിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഇസ്ലാമിക പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ഇൽമിന്റെ മജ്‌ലിസുകളിൽ, പ്രാർത്ഥനാ സദസ്സുകളിൽ, ആത്മീയ മജ്‌ലിസുകളിലൊക്കെ മൺമറഞ്ഞു പോയ മഹത്തുക്കളുടെ അർവാഹുകൾ സന്നിധരാകുമെന്നും അവിടെ വെച്ച് അവരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ പല ആളുകളും കണ്ടിട്ടുണ്ട് എന്നും ഇങ്ങനെ വരികയും ഇടപെടുകയും ഒക്കെ ചെയ്യും, സഹായിക്കും ഒക്കെ ചെയ്യും എന്നുള്ളത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടൊന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് തെളിയിക്കുക. അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. അതല്ല അതിന്റെ തൊള്ളപടായി അല്ല ഇവിടെ വേണം. അത് വേണ്ടുവോളം നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കള്ളക്കറാമത്ത് പറഞ്ഞ് ഈ കൊള്ള സംഘം സമൂഹത്തിന്റെ വിശ്വാസത്തെയാണ് ചൂഷണം ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാകണം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.